ഷാർജയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ സ്വദേശിനി അതുല്യ നേരിട്ടത് അതിക്രൂര പീഡനം. ഭർത്താവ് സതീശെ പീഡിപ്പിക്കുന്ന വിവരങ്ങൾ സുഹൃത്തിനോട് പറയുന്ന ശബ്ദ സന്ദേശം പുറത്ത്. ആത്മഹത്യ ചെയ്യാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് ചെയ്യാനാകുന്നില്ല എന്ന് അതുല്യ പറയുന്നത് ശബ്ദ സന്ദേശത്തിൽ വ്യക്തം. ഇന്നലെ നീ വിളിച്ചു വെച്ചതിന് ശേഷം ഞാൻ അമ്മയെ വിളിച്ചടി. അയാളെ ഉറങ്ങാനായിട്ട് കിടന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അടുത്ത് മിണ്ടാത്തൊന്നുമില്ലായിരുന്നു. ഞാൻ താഴെ കിടക്കുമായിരുന്നു. അമ്മ ഞാൻ പുതപ്പ് മൂടിയ സംസാരിച്ച അമ്മയെടുത്ത് നീ പോയ കാര്യങ്ങളൊക്കെ അതിനാണ് ചവിട്ടി കൂട്ടി തന്നെ ഡിസ്റ്റർബൻസ് ആണ് ഉറങ്ങുന്നതിനെന്നും പറഞ്ഞു. എനിക്ക് വയ്യാടി, അനങ്ങാൻ വയ്യ, വയറെല്ലാം ചവിട്ടി സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ കാണിച്ചിട്ട് അയാളുടെ കൂടെ തന്നെ അയാളുടെ കൂടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. പറ്റുന്നില്ല, സൂയിസൈഡ് ചെയ്യാൻ പോലുള്ള ധൈര്യമില്ല എനിക്ക്. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ഉണ്ട്. മനോജ്, മനുഷ്യനെന്നല്ല മൃഗങ്ങൾ പോലും ചെയ്യാത്ത രീതിയിലുള്ള അതിക്രൂരമായ പീഡനമാണ് ആ പെൺകുട്ടി ഏറ്റുവാങ്ങിയത്. എങ്ങനെയാണ് ആ പെൺകുട്ടി ഇത്രയും നാൾ അയാൾക്കൊപ്പം ജീവിച്ചത് എന്ന് പോലും അതിശയിച്ചു പോകും ഈ ഓഡിയോ സന്ദേശം കേട്ടാൽ. അതിക്രൂരമായ മർദ്ദനത്തിന്റെയും പീഡനത്തിന്റെയും തെളിവായി മാറുന്ന ശബ്ദ സന്ദേശമാണ് ജനം TV ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് മനോജ് ഈ പെൺകുട്ടി ഈ ഓഡിയോ സന്ദേശത്തിൽ വിശദീകരിക്കുന്നത്? തീർച്ചയായും ആ ദൃശ്യങ്ങളിലും അതോടൊപ്പം തന്നെ ഓഡിയോ സന്ദേശത്തിലൊക്കെ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ അതുല്യയുടെ വീടിൻ്റെ അയൽപ്പക്കത്തുള്ള, അതായത് അയൽവാസികൾ കൂടെ നമ്മളോടൊപ്പം ചേരുകയാണ്. അതായത് ഈ സംഭവം നടന്നതിന് ശേഷം ആദ്യം സതീഷ് വിളിക്കുന്നത് ഇദ്ദേഹത്തെയാണ്. സതീഷ് ഈ അതുല്യ മരണപ്പെട്ടതിന് പിന്നാലെയാണ് വിളിക്കുന്നത്. അതായത് അമ്മായി അച്ഛനെയാണ് വിളിച്ചത്. അദ്ദേഹം അന്നേരം ചോദിക്കുന്നത് ഞാനവിടെ ഉണ്ട്. അന്നേരം ചോദിക്കുന്നത് നീ എൻ്റെ മോളെ കൊന്നോടാന്ന് ചോദിച്ച് പിന്നെ സംസാരിച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് എന്നെ വീണ്ടും വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഫോൺ എടുത്തതിന് ചോദിച്ച് സതീഷെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു അവിടെ. അപ്പോൾ പറയുന്നത് ഞാൻ ഇതുപോലെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിച്ചതിന് ശേഷം ഞാൻ പുറത്ത് പോയി നടക്കാൻ പോയിട്ട് തിരിച്ചു വന്നുടനെ അതിൽ ഫാനിൽ തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത്. ഞാൻ പറഞ്ഞ് ഇപ്പം ഇത് വളരെ ഒരു കഷ്ടമായ കാര്യമായപ്പോഴുള്ളത് സതീശ്, നീ ഈ വാർത്ത കേട്ടിട്ട്. അപ്പോൾ അതെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഈ മാതാപിതാക്കൾ സംസാരിക്കുന്ന കണക്ക് അയലത്തുകാരായ ഞങ്ങൾക്ക് അത്ര ഇതായിട്ടും എന്താടാ അങ്ങനെ ഇങ്ങോട്ടോ ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. അതിൻ്റെ പേര് എങ്ങനെ 2 മിനിറ്റ് സംസാരിച്ചിട്ട് ഞാനവിടെ ഫോൺ കട്ട് ചെയ്യുകയാണ്. ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്യുക ചെയ്തത്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് രാത്രിയിൽ വന്ന സംഭവമൊക്കെ പറഞ്ഞില്ലേ. അതായത് രാത്രിയിൽ വെളുപ്പാങ്കാലത്ത് ഇവർ പിണങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ വെളുപ്പാങ്കാലത്ത് 3 മണിയായ ഉടനെ അവൻ കുറച്ച് കൂട്ടുകാരുമായിട്ട് വന്നു. ഈ പെണ്ണ് പിണങ്ങി നിൽക്കുന്ന പെണ്ണിനെ പിന്നെ ധിക്കാരമായിട്ട് ഇറങ്ങിക്കൊണ്ടുപോകാനായിട്ട് വന്ന സമയത്ത് ഞാൻ ഇതുപോലെ വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് ഇവിടെ കിടന്നിട്ട് എനിക്ക് സംശയമുണ്ട് എന്തോ അവിടെ ഇതുണ്ടെന്ന് ഞാൻ ഇറങ്ങിച്ചെന്നിട്ട് ഞാൻ പറഞ്ഞ് സതീശനെ, നീ ഇവിടുത്തെ മരുമോനാണ്, നീ കൂട്ടുകാരുമായിട്ട് വന്നൊരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അയലത്തുകാർ നോക്കിയിരിക്കത്തില്ല. അപ്പോൾ എൻ്റെ സംസാരം കേട്ട ആൾക്കാരെല്ലാം ഓടി വന്നിട്ട് പിന്നെ ഇവൻ മതിൽ ചാടാൻ ഒരുങ്ങി അകത്ത് കയറാനായിട്ട്. അപ്പോഴത്തേനും അവരുടെ അമ്മയൊക്കെ വന്നു, തുളസിബായിയൊക്കെ വന്നതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞ് നീ ഇപ്പോൾ വീട്ടിൽ പോവുക, നീ വീട്ടിൽ പോയിട്ട് നിൻ്റെ അമ്മയും നിൻ്റെ സഹോദരങ്ങളോട്ട് നാളെ വരിക, നാളെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു തീരുമാനം ഉണ്ടാക്കാം. അങ്ങനെ അവൻ പിറ്റേന്ന് വന്നിട്ട് പിന്നെ ഈ അമ്മയായിട്ട് വന്നിട്ട് ഞങ്ങളുടെ മുമ്പിൽ ഞാൻ തന്നെ എഴുതി ഒപ്പിച്ചിട്ട് ഇനി മേലിലൊരു സംഭവം ഉണ്ടാകത്തില്ലെന്നും ഇങ്ങനെ എനിക്ക് പിന്നെ അബദ്ധം പറ്റിയാണെന്നും പറഞ്ഞും അവൻ അവിടെ എഴുതി വെച്ചിട്ട് ശേഷമാണ് ഇവൻ പെണ്ണിനെയും കൊണ്ട് പോകുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഈ ഷാർജയിൽ ഇത്തരത്തിൽ തന്നെ തുടർന്നു അല്ലേ? ഷാർജയിൽ തുടർന്നെന്നാണ് നമ്മൾ അറിയാൻ സാധിക്കുന്നത്. പിന്നെ ഒരു കുടുംബത്തിലെ പ്രശ്നം മറ്റുള്ളവർ ആരും ഓപ്പണായിട്ട് പറയത്തില്ലല്ലോ. എന്നാലും നമ്മുടെ സംശയം അങ്ങനെയായിരുന്നു. പിന്നെ ഇതും കൂടെ നമ്മൾ കണ്ട ഉടനെ എല്ലാം കൂടെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ സംഭവം കറക്റ്റാണ്.
അപ്പോൾ നിങ്ങളെല്ലാം കണ്ടു കാണുമല്ലോ പിന്നെ ഈ വീഡിയോയുടെ സീനുകളെല്ലാം. അപ്പോൾ ദേഹമാസകലം മുറിവുകളായിരുന്നു കുട്ടിയുടെ. ഉണ്ട് മുറിവ് ഉണ്ടോക്കളെ ഉണ്ടടാ പൊന്നുമോനെ ഉണ്ട്, ഒരുപാട് മുറിവുണ്ടടാ. ഈ ദേഹം എല്ലാം കഴുത്തിൻ്റെ ഈ ഭാഗത്തെല്ലാം കാഴ്ചയിലേക്ക് അടിക്കുന്നത്. ഇതൊക്കെ അതിനകത്ത് കണ്ടില്ലേ, അതൊക്കെ അവൻ ചെയ്തത്. നേരത്തെ ഇങ്ങനെ തന്നെയായിരുന്നു. ഇവനിന്ന് ശരിക്കും ഉപദ്രവിക്കുമായിരുന്നു ഈ കൊച്ചു. അന്നൊക്കെ ഞങ്ങൾ തലയറിഞ്ഞ് പറഞ്ഞു, ഒരു കാരണവശാലും നീ ഇനി ഇവൻ്റെ കൂടെ പോകല്ലേ പോകല്ലേ എന്ന് പറഞ്ഞതാണ് നമ്മൾ. എന്നിട്ട് അവൻ ഈ കൊച്ചു പോയതാ പിന്നെ വീണ്ടും ഈ പോയിട്ട് ഇതിപ്പോൾ ഈ മരണത്തിൽ ചെന്ന് കലാശിച്ചത്. തള്ളയൊക്കെ നിരപരാധിയ. തള്ളയും പിന്നെ സഹോദരങ്ങളെല്ലാവരും പറഞ്ഞു ഒരു കാരണവശാലും നീ പോകരുത്, എന്തൊഴി ഒഴിയെന്ന് അവരെല്ലാവരും സഹോദരങ്ങളും മൊത്തം പേരും പറഞ്ഞ് എല്ലാവരും പറഞ്ഞു. എന്നിട്ടും കേട്ടില്ല, അത് പോയി. സംശയരോഗം ഈ സംശയവും ഉണ്ടായിരുന്നവനും മദ്യവും ഒന്നും പറയേണ്ടവനും മക്കളെ. ഒരുപാട് ഉപദ്രവം അത് മേടിച്ചാ ചത്തത്. മനുഷ്യൻ്റെ ശരീരത്ത് കൊള്ളാവുന്നതിൽ ഇരട്ടി അത് മേടിച്ചാ ചത്തിരിക്കുന്നത്. ആ വീഡിയോ ഉണ്ടല്ലോ മോനെ. ഇവിടെ കുട്ടി വരുമ്പോൾ ഇങ്ങോട്ടൊക്കെ വരാറുണ്ട്. ആ നമ്മൾ സംസാരിക്കാൻ പറയുകയൊക്കെ ചെയ്യും. നമ്മൾക്ക് ഈ സതീഷ് ഇവിടെ വരാറുണ്ടോ? സതീഷ് ഈ ഇളയ കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം വന്നിട്ടില്ല. അന്ന് മുതലേ ഈ പ്രശ്നങ്ങളുണ്ടോ? പ്രശ്നങ്ങൾ പണ്ടേ ഉണ്ട്. ഈ കല്യാണം കഴിഞ്ഞപ്പോഴേ പ്രശ്നങ്ങളാ അവർക്ക്. തള്ളേ പറയുന്ന പോലെ അത് തന്നെ ഞാനും പറയുന്നത്, അത് തന്നെ. ഈ ഫോണൊക്കെ വിളിക്കുമ്പോൾ ഈ തെറി പറയുക അങ്ങനെയൊക്കെ? ആ ഉണ്ട് ഉണ്ട്, തെറി പറയും. പിന്നെ അതൊക്കെ തെറിയൊക്കെ പറയുമായിരുന്നു. അവൻ ഒരു ദിവസം തള്ള എൻ്റെ കയ്യിൽ ഒരു ഫോൺ തന്നിട്ട് പറഞ്ഞു ഇതൊന്ന് ഇത് കയറി ഇവിടെ വഴക്ക് നടക്കുന്നു, ഈ കൊച്ചുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ആ തള്ളയെ വിളിക്കാവുന്ന ചീത്തയല്ല അവൻ പറയുന്നത്, കോഴത്തെ തെറി മോനെ. അപ്പോഴും ഞാൻ പറയുന്നു സതീശേ ഫോൺ എൻ്റെ കയ്യിൽ ഇനി തന്ന തള്ള. നമ്മുടെ സതീശേ വേവിയമ്മയാണ് ഇതെന്ന്, സോറി വേവിയമ്മ എന്നിവനാ. അന്നേരം അവന് ഓർമ്മയുണ്ടല്ലോ. അന്നേരം ഞാൻ പറയുന്നത് ഇങ്ങനെ സംഭാഷണം ചെയ്യലെന്ന്, എനിക്കും ഒരമ്മയുണ്ട്, ഇങ്ങനെ സംഭാഷണം ചെയ്യൽ. എനിക്ക് 4 മക്കളുള്ളത്, അവർ 4 പേരും ഗവൺമെൻറ് ജോലിക്കാരും. അവർ ആരും ഇങ്ങനെ എൻ്റെ വീട്ടിലങ്ങ് തെറി പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല എന്ന കാര്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്ത്. അന്നൊക്കെ ഇവൻ പറയുന്നത് ഇനി ഒരിക്കലും പറയത്തില്ലെന്ന് പറഞ്ഞാൽ അന്ന് ഫോൺ കട്ട് ചെയ്തവനാണ്. അന്നേരം പിന്നെ ഇവർ പറയുന്നു എന്നും പറയുന്നു ഇവർ പറയുന്നു ചീത്ത വിളിക്കുമായിരുന്നെന്നും ഫോണിൽ വിളിക്കുമായിരുന്നെന്നും. തള്ളേൻ ഒന്നും പറയാൻ പറ്റാത്ത. ഈ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമല്ല എന്നാണ് പറയുന്നത്. അതായത് ഇത്രയധികം ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങി ഇത്രയും കാലം ആ കുട്ടി അവിടെ ജീവിച്ചു. അല്ല മോനെ, ഇതെനിക്ക് തോന്നുന്നു അവൾ സ്വയം ആത്മഹത്യ ചെയ്യത്തില്ല. കാരണം ഏറെക്കാലം ജീവിച്ച് സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്ന് ഒരാഗ്രഹമുള്ളൊരു കുഞ്ഞായിരുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളുടെ ഒരു മനസ്സാണ് അവളുടെ, കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സ്. പിന്നെ അന്നേരമേ അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഇവൾ സ്വയം ആത്മഹത്യ ചെയ്യത്തില്ല. ഇത്രയും പീഡനം മുമ്പ് അനുഭവിച്ചിട്ട് ഇവൾ ആത്മഹത്യ ചെയ്തില്ലല്ലോ. ഇപ്പം നമ്മൾ ആ റൂമിൽ കണ്ടോ മോന, എല്ലാം കണ്ടായിരുന്നു. അപ്പോൾ അവൾ ചെയ്തതാണോ? ഒരിക്കലും അല്ല. സതീഷിന് പങ്കുണ്ട്. അല്ലെങ്കിൽ ഈ കുഞ്ഞ് മരിക്കത്തില്ലായിരുന്നല്ലോ. ഇല്ലേ ഒന്ന് ഓർമ്മയില്ലാതെ വീഴുകയോ എന്തെങ്കിലും ചെയ്യുമ്പം ഒന്ന് ഓടിച്ചെന്ന് എടുത്തിച്ച് വെള്ളം കുടയോ അതിനെ രക്ഷപ്പെടുത്താനോ ശ്രമിക്കുമോ? അപ്പോൾ ഇവൻ അത് ആഗ്രഹിച്ചില്ലല്ലോ. അപ്പോൾ അത് മരിക്കട്ടെ അതും വിചാരിച്ചാണോ മോന? എന്തുവന്ന് നമുക്കറിയില്ല, നമ്മൾ കണ്ടില്ലല്ലോ മോന. ഈ അവിടുത്തെ രംഗം നമ്മൾ കണ്ടില്ല. പക്ഷേ ഇതിത്ര വീഡിയോയിൽ കണ്ടതല്ലേ നമ്മൾ. അതാണ് ഞാൻ പറഞ്ഞത്. കൂട്ടുകാരിക്കൊക്കെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുമായിരുന്നു. കൂട്ടുകാർക്കൊക്കെ അയക്കുമായിരുന്നു എന്ന് പറയുന്നത്. ഒരു കൊച്ചു ഇന്നലെ ചാനലിൽ നമ്മൾ കണ്ടല്ലോ. ആ കൊച്ചു ഒരു പട്ടാളത്തിൽ സർവീസ് ചെയ്യുന്ന ആ കൊച്ചാണ് ഇന്നലെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ കൊച്ചു ഈ കൊച്ചും കൂടെ ഭയങ്കര കൂട്ടാണ്. അപ്പോൾ അതിന് ഷെയർ ചെയ്യുമായിരുന്നെന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ വന്നിരിക്കുമ്പോഴാണ് നമ്മളോടൊക്കെ ഈ കഥകൾ പറയുന്നത്. ഇപ്പോൾ ഗൾഫിൽ പോയപ്പോഴൊക്കെ ആയിരിക്കും ആ കൊച്ചിന് ഇതിട്ടെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം പറഞ്ഞു ആ കൊച്ചായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ മക്കളെ ആർക്കും സഹിക്കാനൊക്കെ വീട്ടുകാർ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. തെക്കമ്പാവ് ഒരു ഉത്സവത്തിന് പോയായിരുന്നു ഈ കൊച്ചിന്. അന്ന് 16 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. 10ാം ക്ലാസ്സിലങ്ങോട്ട് പഠിക്കുന്ന സമയത്താണ്. എനിക്ക് അത്ര ഓർമ്മയില്ല, വല്ല ഒരു ആക്സിഡൻറ്റ് പറ്റി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ കൊച്ചിനെ കാണാൻ നല്ല സുന്ദരി കൊച്ചല്ലേ. ഇവൻ്റെ ആൾക്കാരെല്ലാം ബന്ധുക്കളെല്ലാം തെക്കമ്പാകത്തുണ്ടായിരുന്നു. അങ്ങനെ ഈ കൊച്ചിനെ കണ്ട് ഈ ഇവിടെ ചോദിച്ചും പറഞ്ഞു ഇവിടെ വന്ന് പെണ്ണ് ചോദിച്ചു. ഇവർ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് ഈ കൊച്ചിന് ഇഷ്ടപ്പെട്ട്. പിന്നെ കാണാൻ അന്നൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ മുടിയൊക്കെ മുട്ടയടിച്ചിരിക്കുന്നത്. അങ്ങനെ കല്യാണം കഴിച്ചാണ് അവർ പറയുന്നത്. ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ വല്ല ചോദ്യം പറച്ചിൽ പ്രശ്നങ്ങൾ അറിഞ്ഞൂടാ. 49 സ്വർണം കൊടുത്തവർ, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. തീർച്ചയായും എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അയൽവാസികൾ കൂടെ നമ്മളോട് പ്രതികരിച്ചതാണ്.
കാരണം ഇവിടെയൊക്കെ ആ കുട്ടി വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അതോടൊപ്പം ബന്ധുക്കളോടടക്കം ഈ കാര്യങ്ങൾ പറയുമായിരുന്നു. നിരന്തരമായി സതീഷ് ഉപദ്രവിച്ചു എന്നുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട തെക്കുംഭാഗം പോലീസാണ്, ചവറ തെക്കുംഭാഗം പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളിലേക്ക് കടക്കുകയാണ്. അതേസമയം തന്നെ ഈ മൃതദേഹം ഷാർജയിലാണുള്ളത്. അവിടെ നിന്നും കൊണ്ടുവരുവാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണെന്ന് ബന്ധുക്കൾ പറയുന്നു. എന്തായാലും അവിടെ ഈ കുട്ടിയുടെ സഹോദരിയും അതോടൊപ്പം തന്നെ സഹോദരി ഭർത്താവും അവിടെയുണ്ട്. ഈ കുട്ടി താമസിക്കുന്ന ഫ്ലാറ്റിനടുത്ത് തന്നെയാണ് ഇവരും താമസിച്ചിരുന്നത്. അവിടേക്കാണ് ഈ സംഭവം നടന്നതിൻ്റെ തലേ ദിവസവും ഈ അതുല്യ പോയിരുന്നത്. ഈ സമയത്തൊക്കെ തന്നെ വീട്ടിലും വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞിരുന്നില്ല. പിന്നീടാണിത് സംഭവിക്കുന്നത്. അന്ന് ഭർത്താവ് സതീഷ് രാത്രിയോടെ അജ്മാനിൽ പോയി എന്നാണ് ലഭിക്കുന്ന വിവരം. പോയി തിരികെ വന്ന് ആണ് ഈ ഒരു മൃതദേഹം കാണുന്നത് എന്നാണ് പ്രാഥമികമായി ഈ നൽകിയിരിക്കുന്ന വിവരം. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്നാണ് വീട്ടുകാരും അമ്മയും അതോടൊപ്പം തന്നെ അയൽവാസികളടക്കം ആവശ്യപ്പെടുന്നത്. കാരണം ഇത് പെട്ടെന്നുണ്ടായ സംഭവമല്ല. നിരന്തരമായി ഈ കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയിരുന്നു. മാനസികമായും ശാരീരികമായും പീഡനത്തിന് ഇരയാക്കിയിരുന്നു. ശരീരമാസകലം തന്നെ മുറിവുകൾ കാണാൻ സാധിക്കും. ആ കുട്ടി ഈ സുഹൃത്തിനയച്ച ഈ ശബ്ദ സന്ദേശങ്ങളിൽ പോലും കൃത്യമായും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് പിന്നിൽ എന്താണ് സംഭവിച്ചത്? സതീഷ് കൊന്നതാണ് എന്നുള്ളതാണ് വീട്ടുകാരടക്കം പറയുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ അന്വേഷണം നടത്തി കർശനമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെയും ആവശ്യം.